വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ്. മുക്കാൽ കിലോ ബോൺലെസ് ചിക്കൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 3 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ള കസ്കസ്, 10 കാഷ്യൂ നട്ട്സ്. ഇനി നമുക്കത് കഴുകി ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് കുതിരാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ആയിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പോൾ 2 സൈഡും ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സെയിം പാനിലേക്ക് തന്നെ 4 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് വേപ്പില, 1 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. സവാളയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. മുളക് പൊടി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാവുന്നത് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചക്കുത്ത് ഒന്ന് മാറുന്നത് വരെ. ഇപ്പം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വാഴല ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. നേരത്തെ വാട്ടി വെച്ച ഇല നമുക്ക് ചട്ടിയിലേക്ക് വെക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മിശ്രിതം നമുക്കിതിലേക്ക് ചേർക്കാം. 1/2 മുറി തേങ്ങയിൽ നിന്നെടുത്ത 1/4 പാല്, 1 കപ്പ് നേരത്തെ എടുത്തു വെച്ച കസ്കസും കാഷ്യൂ നട്ട്സും അരച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വാഴല വെച്ച് മൂടി വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിൻ്റെ ഇടയ്ക്ക് നടുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. കുറച്ചും കൂടിയൊക്കെ ഒന്ന് വറ്റാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് ഒന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വിഭവമാണ്. വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്കിതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.